ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 54, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. കാലേ തസ്മിന്നേകദാസീരവാണി മുക്ത്വായാദേയമുനം കാനനാന്തം തുയുദ്വാമാ ഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്താം ഗോഗോപാല വ്യാപിബൻ ക്ഷേളദോയം. അന്വയം അർത്ഥം. തസ്മിൻ കാലേ അക്കാലത്ത്, ഏകദാ ഒരിക്കൽ, തുയി അങ്ങ്, സീരവാണി ബലരാമനെ, മുക്ത്വ വിട്ടിട്ട്, യാമുനം യമുനയുടെ, കാനനാന്തം വനാന്തർഭാഗത്തേക്ക്, യാതെ പോയപ്പോൾ, ഉദ്ദാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്ത വലിയ വേനലിൻ്റെ ഭയങ്കരമായ ചൂടുകൊണ്ട് നല്ലപോലെ തപിച്ച ഗോഗോപാല ഗോക്കളും ഗോപാലന്മാരും, ക്ഷേളദോയം വിഷം കലർന്ന വെള്ളം, വ്യാപിബൻ കുടിച്ചു. സാരം: ഒരിക്കൽ ഭഗവാൻ യമുനാ തീരത്തിലുള്ള കാനനത്തിലേക്ക് കുറച്ച് കൂട്ടുകാരുമൊന്നിച്ച് ബലരാമനെ വിട്ടിട്ട് പോയി. ആ അവസരത്തിൽ അതിഭയങ്കരമായ ചൂടേറ്റ് പശുക്കളും പശുപന്മാരും യമുനയിലെ വിഷജ്വലം കുടിച്ചു. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. നശ്യത് ജീവാൻ വിച്യുതാൻ സ്മാദലേതാൻ വിശ്വാൻ പശ്യൻ അച്യുതാ ത്വം ദയാർദ്രഹാം പ്രാപ്യോപാന്തം ജീവയാമാസ്തിദ്രാങ് പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈഃ. അന്വയം അർത്ഥം. അച്യുത അല്ലയോ കൃഷ്ണ, ത്വം അവിടുന്ന്, താൻ വിശ്വാൻ ആ ജനങ്ങളെയെല്ലാം, നശ്യജീവൻ ജീവഹാനി വരുന്നവരും, ശ്മാതലെ ഭൂമിയിൽ, വിച്യുതാൻ വീണവരുമായി, പശ്യൻ കണ്ടിട്ട്, ദയാർദ്രഹ ദയ കൊണ്ട് അരിവുള്ളവനായി, ഉപാന്തം സമീപം, പ്രാപ്യ എത്തിയിട്ട്, പീയൂഷാംഭോ വർഷിഭി അമൃതജലം വർഷിക്കുന്ന, ശ്രീ കടാക്ഷൈ മനോഹര കടാക്ഷം കൊണ്ട്, ദ്രാഗ് വേഗം, ജീവയാമാസ്ഥിത ജീവിപ്പിച്ചു. ഹരിവു. സാരം: അവിടുന്ന് വിഷജലപാനത്താൽ മരിച്ച ഗോഗോപാലന്മാരെ എല്ലാം കണ്ട് ആർദ്രചിത്തനായി അമൃതദ്രവപൂർണമായ കടാക്ഷത്താൽ ജീവിപ്പിച്ചു. ഹരിവു.